പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞ ദേശത്താണ് കേട്ടോ. ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ശ്രീഭൂതനാഥ ക്ഷേത്രം. അങ്ങനെ ഒരു പേര് നമ്മൾ അപൂർവമായിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീഭൂതനാഥൻ നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു അറിവ് അയ്യപ്പസ്വാമിയെ പറ്റിയാണ് നമ്മൾ അത് കേട്ടിട്ടുള്ള അറിവ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്, ശ്രീഭൂതനാഥൻ്റെ മുന്നിൽ. ആ മണ്ണിൽ നമ്മൾ ചവിട്ടിയിരിക്കുകയാണ്. നമുക്ക് കാണണ്ടേ, ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുവാണ്. അതിന് പിന്നെ നിങ്ങളെ സഹായങ്ങൾ തീർച്ചയായിട്ടും അത്യാവശ്യമുള്ളതാണ്. കാരണം ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ കാണുക, അവിടെ എത്തിപ്പെടുക, അത് ചില്ലറ കാര്യമല്ല കേട്ടോ. ഉണ്ടല്ലേ? ഇപ്പം നമുക്കത് പോയി നോക്കിയിട്ട് വരാം. നവംബർ 16 ഇതിൻ്റെ പൂക്കളെല്ലാം മുറിച്ചിട്ട് നോക്കാം. സഹായിക്കുക. എല്ലാം കാറാൻ സമ്മാനം സ്കൂട്ടിയുണ്ട്. ഇതുമായിട്ട് ഇപ്പം നമ്മൾ നടക്കുന്നു. എല്ലാ ദിവസവും ഞായറാഴ്ച ഒന്നും.
ഇപ്പം ബാലാലയത്തിലാണ് ഭഗവാനുള്ളത്. അപ്പം ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനാണ് നിങ്ങളെ സഹായങ്ങൾ തീർച്ചയായും അത്യാവശ്യമുള്ളത് കേട്ടോ. ഇതുപോലുള്ളൊരു അവസരം നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. ശ്രീഭൂതനാഥ ക്ഷേത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ശ്രീഭൂതനാഥൻ നമ്മൾ കേട്ടിട്ടുള്ള ഒരറിവ് അയ്യപ്പസ്വാമീനെ പറ്റിയിട്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീഭൂതനാഥൻ തന്നെയാണ്. കണ്ടോ, ക്ഷേത്രത്തിൻ്റെ അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാശിവക്ഷേത്രമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഇനി പണി നടക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാം നമ്മളിത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പഴയ കൗക്കോലും കാര്യങ്ങളെല്ലാം പൊളിച്ച് നീക്കം ചെയ്തിട്ട് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഒറ്റക്കാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ദേശത്ത് ഉൾഗ്രാമമായതുകൊണ്ട് അവർക്ക് ഓടിപ്പോയി ചെയ്തു കൊടുക്കുന്നതിനൊരു കണക്കുണ്ട്. കണ്ടില്ലേ, അത്രയും കാലപ്പഴക്കം. ഇപ്പം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കാലപ്പഴക്കമുള്ള ക്ഷേത്രമാണ്. അപ്പം അതിൻ്റെ സോപാനാണ് അങ്ങനത്തെ നേരെ കാണുന്നത്. കണ്ട സോപാനാണ്. ഇനി ഇതിപ്പം വേഗം തന്നെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. മഴ ഒന്ന് ചെറുങ്ങൊന്ന് നിന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. കരിങ്കല്ല് കൊണ്ട് എടുക്കണമെന്നായിരുന്നു അവരെ ആഗ്രഹം. എന്ന് വെച്ചാൽ കരിങ്കല്ല് കൊണ്ട് ഇതുപോലുള്ള ഒരു ക്ഷേത്രം ഈ ഭാഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ സ്ഥാനം? ആ വരാറുണ്ട് അല്ലേ. ഇത് സ്വാമിമാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ കെട്ടുകാരിയെല്ലാം കേട്ടോ. കെട്ടുകാരിയും പിന്നെ മാലിടൽ ഇങ്ങനത്തെ പരിപാടിയെല്ലാം നമ്മളെ ഈ മഹാക്ഷേത്രത്തിലുണ്ട്. പിന്നെ ഇത് അശോക മരമാണ് കേട്ടോ. കൂവളമുണ്ട്. കൂവളത്തിൻ്റെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര കാലപ്പഴക്കമുണ്ട് കൂവളത്തിൻ്റെ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു നമ്മൾ ചിന്തിക്കുന്നതൊക്കെ അപ്പുറമുള്ള ക്ഷേത്രം. നമ്മൾ ധാരാളം പേര് നമ്മളോട് ഇങ്ങനെ ക്ഷേത്രം ഉണ്ട്, നിങ്ങൾ പോയി കാണേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓടി വന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട താമസം ഇതിൻ്റെ ആൾക്കാരൊക്കെ വന്നു. അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കി തന്നു കേട്ടോ. മതിലിൻ്റെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. മതിലൊക്കെയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അത്രയും കാലപ്പഴക്കമുണ്ട് ഈ മതിലിന്. നോക്കിയേ, ഇതുപോലുള്ള ഒരു ക്ഷേത്രത്തിന് നിങ്ങൾക്ക് പങ്കുചേരാൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 100 രൂപയാണെങ്കിൽ 100 രൂപ. ആകാശം തന്നെ നിങ്ങൾ കണ്ട പുലിത്തോല് പോലെ ആയിട്ടുണ്ട്. നിങ്ങൾ മുകളിൽ നോക്കട്ടെ. ശ്രീകൃഷ്ണ പരുന്ത് വന്നിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കണ്ട, ഇനി ശ്രീകൃഷ്ണ പരുന്ത് വന്നിട്ടില്ല. ശ്രീകൃഷ്ണ പരുന്ത് കണ്ടാ, ശ്രീകൃഷ്ണ പരുന്ത് വന്നിട്ടുണ്ടോ? വലം വെക്കുന്നുണ്ടോ? ശ്രീകോലിത കണ്ടാ. ശ്രീകൃഷ്ണ പരുന്താണ് നേരെ മുകളിലുള്ളത് കേട്ടോ. കണ്ടാ, ശ്രീകൃഷ്ണ പരുന്താണ്. ഇതാ ഇടുന്ന് വലം വെക്കുന്ന ശ്രീകോല് വലം വെക്കുന്ന. ഇതാ അതിൻ്റെ തലക്ക് മുകളിൽ 2 ആൾ വന്നിട്ട് വലം വെക്കുന്നു. ആ ഇതാ 3 ശ്രീകൃഷ്ണ പരുന്ത് വന്നിട്ട് വലം വെക്കുന്നു. ഇതാ അപ്പോൾ കണ്ടാ, അതാ പറക്കുന്നില്ലേ, കണ്ണാസാദിയ. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ബാലാലയത്തിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിൽ പൂജ വഴിപാടുകൾക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ, അല്ല ഇത് ക്ഷേത്ര നിർമ്മാണത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. ഇത് ക്ഷേത്ര ഓഫീസ് നമ്പറാ? ക്ഷേത്ര ഓഫീസ് നമ്പർ. നിങ്ങൾ വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. ഇപ്പം ബാലാലയത്തിലാണ് ഉള്ളത്. ബാക്കിയുള്ള വിശേഷ വിവരങ്ങൾ ക്ഷേത്ര ഓഫീസുമായിട്ട് അതിന് അധികാരികളുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് സംസാരിക്കാം കേട്ടോ. പുനർനിർമ്മാണത്തിൻ്റെ ഇതാണ് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം. അതിന് വേറെ കളേഴ്സ് ഇവിടെ ഉണ്ട്, ഞാൻ എടുത്തു തരാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. വേറെ ഉണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ കരിങ്കല്ല് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശം. എന്ന് വെച്ചാൽ കരിങ്കല്ല് കൊണ്ട് പൂർത്തീകരിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പഴയ ചിത്രം.
അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം കേട്ടോ. ഇത് ക്ഷേത്ര ഓഫീസിലെ നമ്പറും കൂടിയാണ് കേട്ടോ. ആ പിന്നെ വേറെ ദേവതയൊന്നുമില്ല ഇവിടെ, ശ്രീഭൂതനാഥൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെന്താ ആ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ വേറൊരു പേരും കൂടി കാണുന്നു, അതെന്താ അങ്ങനെ മടത്തുംപടി എന്ന് വെച്ചാൽ എന്താ സംഭവം? ആ അതെ 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 അതെ, എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ മടത്തുംപടി എന്ന് വെച്ചാൽ പക്ഷേ ഈ മണ്ണിലേക്ക് ചവിട്ടുമ്പോൾ നമുക്ക് ഒരു യാഗഭൂമിയായിട്ട് തോന്നി. യാഗവും പിന്നെ ആ അതെ, പിന്നീട് അതൊക്കെ ശപിച്ചു പോയി കളഞ്ഞു എന്നാണ് പറഞ്ഞത്, ഇറങ്ങിപ്പോയി കളഞ്ഞു ഇങ്ങനെ പറയപ്പെടുന്നു. അടിച്ചോടിച്ചു എന്ന് പറയും ചിലവട്ടർ. അങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ചെറിയൊരു ദോഷവും വിഷമമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഭൂതനാഥൻ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് പ്രത്യക്ഷമായി അടിക്കാത്തത്. അദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം ചില സമയങ്ങളിൽ മൗനം പാലിച്ചു പോകുന്നു. മൗഢ്യദേവി അതെ പോയിട്ടില്ല, അതൊന്നും പോകാൻ കഴിയില്ല, അതൊന്നും പോവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിഷ്യന്മാരാണ് തപസ് ചെയ്ത് ഉണ്ടാക്കി വെച്ച ശക്തിയാണ്, ഇവിടുന്നോ വന്നതാണ്. എന്നിട്ട് ഇവിടെ കൊണ്ട് ഇവിടെയല്ല വേറെ എവിടെയോ പ്രതിഷ്ഠിച്ചു, എന്നിട്ടാണ് ഇവിടത്തെ കൊണ്ടുവന്നത്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കി പല സാധനങ്ങളും ആരെല്ലാം എടുത്തുകൊണ്ടേ കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വന്ന് മഹാദേവൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഭഗവാന്റെ പൂജാദ്രവ്യ പാത്രങ്ങളും വെള്ളീൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. തറയിന്മേലുണ്ടായിരുന്നു എന്നാണ്, തറ വെച്ചിട്ട് ഏതോ ഒരു വീട്ടുകാർ ആയിരുന്നു ഇത് വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവരും കാണാനില്ല. അവരുണ്ടോ ഇപ്പം അറിയില്ല തറവാട്ടുകാരാണ്. ഇത് പണ്ട് 4 കോയിമക്കാരുടെ തറവാട്ട് ഇതിൽ പെടുന്നതല്ലേ.